സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഞാൻ എപ്പിസോഡ് മുഴുവൻ ഇരുന്ന് കണ്ടിരുന്നു. ഞാൻ ഇന്നലെ തന്നെ അതിനെ കുറിച്ചൊരു റിവ്യൂ ഇട്ടിരുന്നു. കാരണം ലൈവ് സെക്ഷൻ കാണുന്നുള്ളത് കൊണ്ട് തന്നെ റിവ്യൂ ഇട്ടിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മിസ് ചെയ്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് ഷാനവാസ് ആൻഡ് അനീഷിന്റെ കാര്യമാണ്. ഞാൻ അനീഷിന്റെ ഫാൻസിനോട് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു മാപ്പപേക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ പറഞ്ഞത് അയാൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്നും ആ കുട്ടികളെ അയാൾ പറയുന്നില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അയാൾ ചെയ്ത ചെയ്ത്തുകളെല്ലാം ഗ്ലോറിഫൈ ചെയ്യാമെന്ന് ഞാൻ എവിടെയും പ്രോമിസ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ സോറി പറഞ്ഞിട്ടുമില്ല. തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനകത്ത് വന്ന് കുറേ കമൻസ് ഒക്കെ ഇട്ട കുറേ മഹത് വ്യക്തികളോട് എൻ്റെ ഒരു നടുവിരൽ നമസ്കാരം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് പറയണമെന്ന് തോന്നി. ഈ അനീഷ് എന്ന വ്യക്തിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്, ഫൈനലിൽ പോകുന്ന ആളുകളിൽ ഒരാൾ ഷാനവാസ് തന്നെയാണ്. അത് 100% ഉറപ്പാണ്, ഷാനവാസ് പോകും. നമ്മളോട് ഒരു സുഹൃത്ത് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, വേദനിച്ചുകൊണ്ടൊരു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അയാളുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളോട് പറയുകയാണ്. ഇന്ന വിഷയം എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ, അത് പബ്ലിക്കിന്റെ മുമ്പിൽ വളരെ ശബ്ദത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ അടിച്ച് താറുമാറാക്കി അയാളെ മെന്റലി ഡൗൺ ആക്കാൻ ശ്രമിച്ച ഒരു ശ്രമത്തിന് ദൈവം പണി കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് ഈ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മനസ്സിലായി. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ ശരിക്ക് കണ്ടിട്ടുള്ളൂ. എനിക്കത് ഇഷ്ടപ്പെടുക, റിപ്പീറ്റ് ചെയ്ത് കണ്ടൊരു സാധനമാണ്. അയാളെ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്യുന്നത് ഷാനവാസ് എന്ന വ്യക്തി. എന്ത് തന്നെ പറഞ്ഞാലും അനീഷിന്റെ ഫാൻസ് ദയവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരരുത്. കാരണം അയാൾ ഒരു ക്രൂക്കഡ് ആണെന്നുള്ളൊരു തെളിവ് മാത്രമാണ് എപ്പിസോഡിൽ അനീഷ് ഷാനവാസിനോട് കാണിച്ച ആ ഒരു വൃത്തികേട്. എന്നെ മെയിൽ ഷോവോനിസ്റ്റ് എന്ന് അവർ പറഞ്ഞത്, ആ ഡിസ്കഷൻ അവർക്ക് പുറത്തിറങ്ങി പറയാമായിരുന്നു. ഇതിനകത്ത് വെച്ച് ആ ഡിസ്കഷൻ പറഞ്ഞപ്പോൾ അത് സൊസൈറ്റിയിൽ പോവുകയും അവരെ ഡിസ്കഷൻ നടത്തുകയും എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടാകുന്നതിനോട് എനിക്ക് വിയോജിപ്പാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു തരുന്നത് മറ്റുള്ള എൻ്റെ ശത്രുക്കളാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ മക്കളായി കണക്കാക്കിയ, എൻ്റെ സഹോദരിമാരായ കണക്കാക്കിയ ആദിലയും നൂറയും അത് ഡിസ്കസ് ചെയ്തെന്നുള്ള പ്രാണവേദനയോട് കൂടി ഇരുന്നു കൊണ്ട് അയാൾക്കുണ്ടായ മനോവേദനയുടെ യഥാർത്ഥ രഹസ്യം എന്താണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അയാളൊരു കംഫർട്ട് സോണാണ് ആഗ്രഹിച്ചത്. ഷാനവാസൻ അവിടെ കംഫർട്ട് സോണായിട്ട് അടുത്ത് തോന്നിയത് അനീഷ് മാത്രമാണ്. അപ്പോൾ അനീഷ് എന്ത് ചെയ്യണമായിരുന്നു? ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനൊന്ന് കംഫർട്ട് ആക്കണമായിരുന്നു. സത്യം പറയാമല്ലോ, ആദിലയോട് ഭയങ്കര പുച്ഛവും വെറുപ്പും മാത്രമേ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മി പറഞ്ഞിട്ടാണെങ്കിൽ പോലും ആദില പോയി ഷാനവാസിനെ കംഫർട്ട് ചെയ്തെടുത്ത് സത്യം പറഞ്ഞാൽ പിന്നെയും അനീഷിനേക്കാൾ ക്വാളിറ്റി ഉള്ളവളാണ് ആദില എന്ന് ഞാൻ പറയും. അമ്മാതിരി ആയിരുന്നു ആ പാവപ്പെട്ടവൻ്റെ ഒരു അവസ്ഥ. പൊട്ടി കരയുന്നുണ്ട്. ഇടനെഞ്ച് വിങ്ങി നിന്ന് അയാളെ കണ്ണുകളിൽ നിന്ന് വരുന്നത് രക്തമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വല്ലാത്ത തരം ഒരു വിഷമമാണ്. ഒരു വ്യക്തിക്ക് അത് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ആദില നൂറ ചെയ്തതിനേക്കാൾ വലിയൊരു കാര്യമാണ് അനീഷ് ചെയ്തത്. ഒരു വൃത്തികെട്ട പോക്കൃത്തരം. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് ലക്ഷ്മി ഉൾപ്പെടെ, കടിച്ചു കീറാൻ അക്ബറിനെ അയാളെ ഇട്ട് കൊടുക്കരുതേ എന്ന് പറയുന്നിടത്ത് അവർക്കുള്ള ധാർമ്മികത ഇല്ലാതെ പോയ ഒരു വെറും വേട്ട മൃഗമായിട്ടാണ് എനിക്ക് അനീഷിന് തോന്നിയിട്ടുള്ളത്. വളരെ പുച്ഛവും വെറുപ്പും അറപ്പും തോന്നുന്നു. കപ്പ് വേണം, വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഒരു സൗഹൃദം നശിപ്പിച്ചുകൊണ്ട് തന്നെ അത് പറയണമെന്ന് പറയുമ്പോൾ നിനക്ക് ടിറ്റ് ഫോർ ടാറ്റ് ദൈവം പണി കൊടുത്തു. ആ ബ്ലാക്ക് ബോളിൻ്റെ രൂപത്തിൽ. പിന്നെ ബ്ലാക്ക് ബോളിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ അനുമോൾ ചെയ്ത ഒരു ചെയ്ത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചടി കിട്ടും. നല്ലത് പറയുക തന്നെ ചെയ്യുന്നത്, തർക്കമൊന്നുമില്ല. അത് മറ്റൊരു സബ്ജക്റ്റ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ തനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം അത് അവരുടെ ഒരു ഫാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അത് ആഡ് ചെയ്യാത്തത്. ആൻഡ് ദെൻ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അനീഷ് കൂട്ടുകാരനല്ല എന്നങ്ങ് പ്രഖ്യാപിക്കണം. ഇവൻ ആരടാ? ഇവൻ്റെ കൂട്ടുകാരൻ ഇത്രയും ഇമ്പോർട്ടൻസ് ആണെന്ന് ആര് വിചാരിക്കുന്നത്? അവിടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഷാനവാസിൻ്റെ ഗെയിമാണ് ഏറ്റവും ഫ്ലോപ്പ് ഗെയിം. അത് ചെയ്യാൻ പാടില്ല. അയാൾക്ക് അവിടെ സൗഹൃദങ്ങളോ റിലേഷനോ വേണോ എന്ന് ചിന്തിക്കുന്നിടത്ത് അയാൾ പോയി. പക്ഷേ ഒരുപാട് സെൻസിറ്റീവാണ്. അതാണ് പ്രശ്നം. അത്രയും സെൻസിറ്റീവായ ഒരു വ്യക്തിക്ക് അങ്ങനെ പറ്റുള്ളൂ. അത് തെറ്റാണത്. അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ പോയിരിക്കുന്ന ഒരു ഷോയാണ്. ആ ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ സന്തോഷപൂർവ്വമായിട്ട് അതിനകത്ത് നിൽക്കുക, എല്ലാവരുമായി ജെന്യുവനായി നിൽക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ റിയാലിറ്റി ഷോയുടെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ഒരാൾ വിന്നർ ആവുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഷാനവാസ് വിന്നർ ആകണമെന്നാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. അത്രയ്ക്കുണ്ട് അനീഷിൻ്റെ ആറാമ്പറപ്പ്. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണോ? എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്? ഇങ്ങനെയാ പെരുമാറുക? ഇതാണോ? അയാൾ എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. പിന്നെ നെവിൻ്റെ വിഷയമൊക്കെ എടുത്തു കൊണ്ടുവന്ന് വീണ്ടും അലക്കുന്ന അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ആദിലയോട് അത് പറഞ്ഞത് അയാളത് പൊതുസമൂഹത്തിലേക്ക് കൊടുത്തതായിരിക്കാം, നമ്മളത് ഡിസ്കസ് ചെയ്യാനായിരിക്കാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനി ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ ഇല്ല.
അത് ഓവറാണ്. ഇറ്റ്സ് ഓവർ ഓൾറെഡി. ഇനിയുള്ള വരും ദിവസങ്ങൾ വളരെ ക്രൂഷ്യസ് ആണ്. അത് നമ്മൾ ശരിക്കും ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അനീഷ് ചെയ്തതിൻ്റെ അടുത്ത ഇതായിട്ട് ഷാനവാസിൻ്റെ കയ്യിലേക്ക് വരികയാണ്. ഏത് ബ്ലാക്ക് ബോൾ കിട്ടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീരുമാനിക്കാം ഈ ഒരു സെഗ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നുള്ളത്. അതായത് ഈ ബോൾ എറിഞ്ഞു കൊടുക്കുന്നു, ബോൾ കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്ത ബോളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ കൗണ്ട് ആവുന്നു. ഇപ്പോൾ 10 ബോൾ കളക്ട് ചെയ്തതിന് 10 പോയിന്റ് കിട്ടുകയാണ്. അങ്ങനെ പോയിന്റ് കൂടുതൽ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നവരെടുത്ത് ഈ സാധനം സാധുതയില്ല, അടുത്തത് കളിക്കാമെന്ന് ബ്ലാക്ക് ബോൾ ഹോൾഡറിന് പറയാൻ സാധിക്കുന്ന ഒരു ടാസ്ക്കാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ കൊടുക്കുമ്പോൾ ബ്ലാക്ക് ബോൾ കിട്ടിയ ആളാരാണ്? ഷാനവാസാണ്. ഷാനവാസിൻ്റെ അടുത്ത് അവൻ വന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നെറ്റിയടി കൊടുക്കുന്നുണ്ട്. ഷാനവാസ് എനിക്കത് ഇക്ഷ പിടിച്ചു, അത് ദൈവത്തിൻ്റെ കരങ്ങളാന്ന് പറയും. അഹങ്കാരം കാണിച്ചാൽ ഉടനെ തന്നെ ദൈവം കൊടുക്കൂ എന്നുള്ളൊരു തെളിവാണ് ഷാനവാസിനെ കൊണ്ട് അത് പറയിച്ചത്. ഷാനവാസ് എനിക്കിത് അറിയില്ല, എനിക്കിത് വേണ്ട, ഞാനിത് റിജക്റ്റ് ചെയ്യുന്നു, സിമ്പിൾ. അതിനയാൾ പോയി നിന്ന് കാണിച്ചൊരു പട്ടി ഷോ ഉണ്ടല്ലോ. ആക്ച്വലി ഇന്നലെ ഞാൻ വേറെ കുറച്ച് വിഷയങ്ങളുമായി തിരക്കായതുകൊണ്ട് എനിക്ക് ലൈവ് അത്രയും ഇതായിട്ട് കാണാൻ പറ്റില്ല. ഇടയ്ക്ക് മറക്കൊക്കെയാണ് കണ്ടത്, പക്ഷേ മിസ് ചെയ്യരുതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ലൈവ് ഒന്നും മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണെന്ന് തോന്നുന്നു. ഭയങ്കര നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, ലൈവും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അമ്മാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. പിന്നെ ഇതിനകത്ത് അനുമോളും പിന്നെ നെവീനും തമ്മിലുള്ളൊരു വഴക്ക്. നെവീൻ എന്ന വ്യക്തി ഒരുപാട് ഓവർ സ്മാർട്ടായി കിറുകിറുകിറുന്ന് കളിക്കുന്നത് അനുമോൾ എന്ന വ്യക്തിയുടെ ഫാൻ ഫെയിമിനെ ചൊറിയുന്നതാണ്. അവരുടെ ഫാൻസ്, അനുമോളുടെ ഫാൻസ് മറുപടി നെവിന് കൊടുക്കുക തന്നെ ചെയ്യും. കുലസ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ കളിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുലസ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് പുരാതന ചിന്താധാരയുള്ള പിന്നെ എന്താ പറയണേ, മറ്റേ നൂറ്റാണ്ടിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത വ്യക്തി എന്നാണ് നമ്മൾ പൊതുവിൽ പറയുന്നത് കുലസ്ത്രീ. അതൊരു മോശം വേടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ, നല്ല വേടാണ്. പക്ഷേ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നത് നീ ഒരു പുരോഗമനവാദിയല്ല, നീ ഒരു പഴയ ഇതാണ് എന്ന ഒരു ഫോമാണ് അവിടെ പറയുന്നത്. അത് നീ നിൻ്റെ അമ്മമ്മയെ പോയി പറയടാ എന്ന് പറഞ്ഞാൽ അതിനകത്തത് കറക്റ്റ് തന്നെയാണ്. ഞാൻ അനുമോളെ ന്യായീകരിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഒരു പക്ഷേ എനിക്ക് അനുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നാം. ഇത് അതൊന്നുമല്ല, അത് കറക്റ്റായിട്ടൊരു ഇതല്ലേ. അതിന് വീട്ടുകാരെ പറയണമെന്ന് പറഞ്ഞാൽ അവളെ ഉപദേശിക്കേണ്ട കാര്യം എന്താണ്? നീ എന്ത് പറയണാലും നിനക്ക് തിരിച്ചു കിട്ടുള്ളൂ. നെവിൻ എന്തിനാണ് ആ പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത്? എവിടെയെല്ലാം അവളെ ടോർച്ചർ ചെയ്യാമോ അവിടെയൊക്കെ പോയി കിടന്നവൻ ചൊറിയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ലാഭം? നെവിൻ അവിടെ ചെയ്തത് തെണ്ടിത്തരമാണ്. എല്ലാവർക്കും വന്ന ഫുഡിൽ നിന്ന് അവൻ ആരോടും പെർമിഷൻ ചോദിക്കാതെ അവൻ എടുത്ത് കഴിക്കുകയാണ്. അത് തെറ്റാണ്. ഇതുവരെ അവൻ ചെയ്തത് തെറ്റാണ്. അവിടെ ഉള്ളവരെല്ലാം ഈക്വൽ സഫർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവന് മാത്രം എന്താണ് പ്രിവിലേജ്? പട്ടി എത്ര പ്രാവശ്യം വന്ന് അവനെ പിടിച്ചു, എത്ര വട്ടം മോഹൻലാൽ വാൺ ചെയ്തു. അങ്ങ് കൊഞ്ചു കുഴഞ്ഞ് കൊണ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആണെന്നാണോ? അത് തെറ്റായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നെവിനെതിരെ അങ്ങനെ ഒരു നീക്കം അനുമോൾ ചെയ്ത്. ആ കാര്യത്തിൽ അനുമോൾ കറക്റ്റാണ്. ഒരു അരബുദ്ധി കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അനുമോൾക്ക്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അനുമോൾ വളരെ കറക്റ്റാണ്, അത് കൃത്യമാണ്, അത് അവൻ അനുഭവിക്കാൻ അർഹനാണ്. അപ്പോൾ അത് അനുഭവിക്കുക എന്നതിന് പകരം അവളെ തുരത്തി ചൊറിയുമ്പോൾ തിരിച്ച് കിട്ടുമെന്നുള്ളതിൽ അവൾ പറഞ്ഞ തർക്കമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആര്യൻ ചാടി വീണ് പറയുന്നുണ്ട്, മോഹൻലാൽ പറഞ്ഞാലും നിനക്കൊരു വില. ആരാ മോഹൻലാൽ? ഒരു ഹോസ്റ്റ് മാത്രമാണ്, കൂടുതൽ അങ്ങ് തലേ കയറ്റേണ്ട കാര്യമില്ല. നീ അപമാനിച്ചത്രയും ലോകത്ത് ആരും മോഹൻലാലിനെ അപമാനിച്ചിട്ടില്ല. ആര്യൻ അപമാനിച്ചത്രയും മോഹൻലാലിനെ ആരും അപമാനിച്ചിട്ടില്ല. അത് സത്യമായ കാര്യമാണ്. മോഹൻലാലിനോട് നമ്മൾ ആശയപരമായ തർക്കം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളതിനപ്പുറം ഇത്രത്തോളം ഒരു ഷോയ്ക്കകത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ആ ഹോസ്റ്റിനോട് കാണിക്കേണ്ട ബേസിക് മാനറിസം, ബേസിക് മര്യാദ പോലും സ്വീകരിക്കാത്ത ഒരു വൃത്തികെട്ടവനാണ്. അനുമോൾ അങ്ങനെ പറഞ്ഞോ, എന്നാൽ പിന്നെ ഞാനങ്ങ് കടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ചാടിയിടേ, എഴിച്ച് പോടാൻ മാറി. ഇവനെയാണ് ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത്. സാബ് മോൻ കുറച്ചുകൂടെ ആക്റ്റീവായി വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റാണ്, ടൈം ഓവറായിപ്പോയി. അയാൾ പുറത്തു പോകാനാണ് ചാൻസ്. വരും എവിക്ഷനിൽ 100% പുറത്തേക്ക് പോകേണ്ടത് നെവിൻ തന്നെയാണ്. നെവിൻ പുറത്ത് പോയേ മതിയാവുള്ളൂ. കാരണം നെവിൻ കാണിക്കുന്ന കന്നം അടിച്ച് പൊട്ടിക്കാനാണ് തോന്നിയത്. സാബുമോൻ പറഞ്ഞത് കറക്റ്റാണ്, അടിച്ച് പൊട്ടിക്കുകയാണ് ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടത്. ഒരാളുടെ പെർമിഷൻ അയാളുടെ ശരീരത്തിൽ തുടരുതെന്നും അതിനെ ബേസ് ചെയ്ത് അവിടെ എത്രയോ ഫൈറ്റ് വരെ നടന്നിട്ടും ഇവൻ എന്താ ഈ കൊഞ്ഞുന്നേ? വിത്തൗട്ട് പെർമിഷൻ ഒരാളെ ടച്ച് ചെയ്യണതിൽ എന്താ കുഴപ്പം? അതിന് കുറേ പേര് വന്നിട്ട് നെവിൻ്റെ മടി കയറിയിരുന്നു, അത് ചെയ്തു. ഒരാളുടെ സമ്മതത്തോടു കൂടി ചെയ്യുന്നത് സമ്മതമില്ലാതെ ചെയ്യുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അത് മനസ്സിലാക്കുക. ഒരാൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് കണക്കില്ലേ. അവൾ എവിടെ പോയിരുന്നാലും അവൻ പോയിരിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? വളരെ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡാണ് നെവിനുള്ളത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സെഗ്മെൻറ്റ്, അത് സൂപ്പറായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അനീഷ് എന്ന കപട മുഖം അഴിഞ്ഞു വീഴേണ്ടിയിരിക്കുന്നു. അനീഷ് അവിടെ കിടന്ന് കാണിക്കുന്ന ആ പട്ടി ഷോ ഉണ്ടല്ലോ, അതൊരിക്കലും നല്ലതല്ല. നല്ലൊരു വ്യക്തിത്വമുള്ളവരാണെങ്കിൽ, നല്ലൊരു സൗഹൃദമുള്ളവനാണെങ്കിൽ, ഒരു കോണിലെങ്കിലും, ഒരു ചെറിയ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും അവൻ ആ സൗഹൃദത്തിന് ഒരു വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ ആ രീതിയിൽ അയാളെ താറ്റി വിടത്തില്ലായിരുന്നു. എന്നിട്ട് ആദിലയുമായിട്ടൊരു കോംപ്രമൈസിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നതാണ് ഷാനവാസിന്. അതും ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഷാനവാസ് ശക്തനാണ്, നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് ഉള്ളൊരു വ്യക്തിയാണ്, കൃത്യമായ
ബോധ നിലവാരമുള്ള വ്യക്തിയാണ്, ആളുകൾക്കിടയിൽ നല്ല രീതിയിൽ ഫാനാണ് അയാൾക്കുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുകയാണ് അയാൾ വേണ്ടത്. നല്ലൊരു വ്യക്തിത്വത്തിനുടമായ ഷാനവാസിൻ്റെ ഒപ്പമാണ് ഈ ഒരു എപ്പിസോഡ് എനിക്ക് നിൽക്കാൻ തോന്നിയിട്ടുള്ളത്. വളരെ ബോറായിട്ടുള്ള, വളരെ വൾഗറായ ഒരു ഡിസിഷൻ അനീഷ് എടുത്തതിനോട് വളരെ പുച്ഛം തോന്നുന്നു. കാരണം ഒരാൾ അത്രത്തോളം വേദനാജനകമായ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നിട്ട് അതിലൊന്നും പറയാതെ ഈ ഒരു സ്പെസിഫിക് പോയിന്റിൽ തന്നെ പിടിച്ചവൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്ന രീതിയിൽ ആ വർത്തമാനം പറഞ്ഞത് മഹാപോകൃത്തരമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ പറയുമ്പോൾ പുറത്ത് അയാൾക്കുള്ള ഇമേജ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അത്രത്തോളം മോശപ്പെട്ടാണ് ആ വ്യക്തിയെ പറയുന്നത്. മെയിൽ ഷോവോനിസമാണ്. എന്താണത്? ആ വേർഡിൻ്റെ മീനിങ് അറിയാം നമ്മുടെ നാറി. എന്തൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത്? അത്രത്തോളം വൃത്തികെട്ട രീതിയിൽ അയാളെ പറയുന്ന ആ വൃത്തികെട്ട മനോഘടനയുള്ള ആദിലായിരുന്നാലും ശരി, അനീഷ് ആയിരുന്നാലും സെയിം. അത്രയും എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. നന്ദി.